അത് വല്ലാത്തൊരു പരീക്ഷണമാണ്, വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് എന്ന് നമുക്കറിയാം. വെള്ളം അത് പടച്ചതമ്പുരാൻ നൽകേണ്ടതാണ്. അവനാണത് നൽകുന്നത്. മറ്റ് ഏത് ഭൗതിക ശക്തികൾക്കും താൽക്കാലികമായ ചില സഹായങ്ങൾ നൽകാൻ കഴിഞ്ഞേക്കുമെന്നതിനപ്പുറം ശാശ്വതമായൊരു പരിഹാരത്തിന് സാധ്യമല്ല എന്ന് നമുക്കറിയാം. അല്ലാഹു തആല നമ്മളോട് ചോദിക്കുന്നുണ്ട്, അഫറഅയ്തുമുൽ മാഅല്ലദീ തശ്റബൂൻ, നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെ പറ്റിയിട്ട് നിങ്ങളെപ്പോഴെങ്കിലും ചിന്തിക്കാറുണ്ടോ? അഅൻസൽതുമൂഹു അം നഹ്നുൽ മുൻസിലൂൻ, അഅൻതും അൻസൽതുമൂഹു അം നഹ്നുൽ മുൻസിലൂൻ, നിങ്ങളാണോ അത് ഇറക്കിയത്, അതല്ല ഞാനാണോ നിങ്ങൾക്ക് ഇറക്കി തന്നത് എന്നാണ് അല്ലാഹുവിന്റെ ചോദ്യം. മറ്റൊരായത്തിൽ അല്ലാഹു ഇങ്ങനെ പറയുന്നുണ്ട്, ഖുൽ അറഅയ്തും ഇൻ അസ്ബഹ മാഉകും ഗൗറ ഫമൻ യഅതീകും ബിമാഇൻ മഈൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നു, നബിയെ പറയണം, അവർക്കുള്ള വെള്ളം ഭൂമിയിലേക്ക് താഴ്ന്നു പോയാൽ, കിണർ താഴ്ന്നു പോയി, വെള്ളം താണു പോയി, അല്ലെങ്കിൽ കുളങ്ങളോ മറ്റുള്ള വെള്ളത്തിലുള്ള സംവിധാനങ്ങളോ ഭൂമിയിലേക്ക് ഇങ്ങനെ വെള്ളം താണു പോവുകയാണ്. അങ്ങനെ താണു പോയാൽ അവർക്ക് ഒഴുകുന്ന ഉറവ് വെള്ളം കൊണ്ടുവരുന്നവൻ ആരാണുള്ളത് എന്ന്. ഈ 1-2 വചനങ്ങളിൽ കൂടി വല്ലാത്തൊരു ചോദ്യമാണ് അല്ലാഹു നമ്മളോട് ചോദിക്കുന്നത്. വെള്ളം ലഭിക്കാൻ മഴ വേണം. നമ്മൾ അല്ലാഹുവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. എന്നിട്ടും നമുക്ക് മഴ നമ്മുടെ അടുത്ത സമീപ പ്രദേശങ്ങളിലെല്ലാം അല്ലാഹു മഴ നൽകി. അല്പമൊക്കെ ആശ്വാസങ്ങൾ അവർക്കൊക്കെ ലഭിച്ചു. എന്തുകൊണ്ട് നമ്മുടെ പ്രദേശത്ത് ഒരു ആശ്വാസകരമായൊരു മഴ നമുക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളൊരു സത്യമാണ്. ഞാൻ കഴിഞ്ഞാഴ്ച സൂചിപ്പിച്ചതുപോലെ എന്തായിരിക്കും അതിന്റെ കാരണമെന്ന് നമുക്കറിയില്ല. നമ്മൾ പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. മഴ ലഭിക്കാൻ ചില മാർഗങ്ങൾ അല്ലാഹു തആല നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതിൽ ഒന്നാമതായിക്കൊണ്ട് കഴിഞ്ഞ ആഴ്ച ഞാൻ സൂചിപ്പിച്ചതുപോലെ പ്രാർത്ഥനയാണ്. സൂറത്തുൽ ബഖറയുടെ 60-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല ഒരു കാര്യം പറയുന്നുണ്ട്. മൂസാ നബി അലൈഹിസ്സലാമിന്റെ ജനത നമ്മളെ പോലെയൊന്നല്ല. അവർക്ക് കുടിക്കാൻ വെള്ളമില്ലാത്തൊരു സാഹചര്യം ഉണ്ടായി. അവർ ദാഹിച്ച് വലയുകയാണ്. ആ സമയത്ത് മൂസാ നബി അലൈഹിസ്സലാമിനോട് അവര് വെള്ളം വേണം എന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെ മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. لقوله فقل اضرب بعصاك الحجر فانفجرت منه 12 عينا. മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് മഴയ്ക്ക് വെള്ളത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഒരു സംവിധാനം അല്ലാഹു തആല ഒരുക്കി കൊടുക്കുകയാണ്. മൂസാ നബി അലൈഹിസ്സലാമിനോട് തന്റെ കയ്യിലുള്ള വടി കൊണ്ട് ഒരു പാറക്കടിക്കാൻ വേണ്ടി പറയുകയും അതിൽ നിന്ന് 12 നീരുറവകൾ അതിൽ നിന്ന് പൊട്ടി പുറപ്പെട്ട് വന്ന് ആ 12 ഗോത്രങ്ങൾ അത് കുടിച്ച സംഭവം പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതുപോലെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും തന്റെ ജനത, തന്റെ സമൂഹം മഴയില്ലാത്ത സങ്കടം വന്ന പ്രവാചകനോട് പങ്കിട്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിലേക്ക് കൈയിറക്കുന്നു. എന്നിട്ട് അല്ലാഹുവോട് പ്രാർത്ഥിക്കുന്നു മഴയ്ക്ക് വേണ്ടിയിട്ട്.
ഇവിടെ നമ്മൾ ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു വസ്തുതയുണ്ട്. സോഷ്യൽ മീഡിയകൾ തുറന്നാൽ ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്ന ഒരുപാട് സംഭവങ്ങൾ ഷിയാക്കളും ജൂതന്മാരും കടത്തിവിട്ട് അല്ലെങ്കിൽ സമൂഹത്തിന്റെ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ചില ശിർക്കൻ സമീപനങ്ങൾ, അല്ലാഹു അല്ലാത്ത പ്രവാചകന്മാരോട്, അമ്പിയാക്കന്മാരോട്, മഹാന്മാരോടൊക്കെ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ഏറ്റവും ദൗർഭാഗ്യകരമായ ചില കാര്യങ്ങൾ നമ്മൾ കാണുന്നു എന്നതിന്റെ പുറമെ അത് പ്രചരിപ്പിക്കുന്നു. അങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് പറയുന്നു, പഠിപ്പിക്കുന്നു സമൂഹത്തെ. ഇത് ഗൗരവമായി നമ്മൾ കാണണം. നമ്മൾ പ്രാർത്ഥിക്കുക, പടച്ചവനോട്, അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുക മഴയ്ക്ക് വേണ്ടിയിട്ട്. രണ്ടാമത്, മഴ ലഭിക്കാനുള്ള കാരണമായി കൊണ്ട് അല്ലാഹു തആല നമുക്ക് പറഞ്ഞു തരുന്നത് ഇസ്തിഗ്ഫാറാണ്, പാപമോചനം നടത്തുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇസ്തിഗ്ഫാറിന്റെ വിഷയത്തൊക്കെ നമ്മൾ വളരെ ജോറായിരുന്നു. ആ റമദാൻ മാസം കഴിഞ്ഞതോടുകൂടി അതിലെല്ലാം നമ്മൾ പിന്നോട്ട് പോയിട്ടുണ്ട് എന്നുള്ളൊരു സത്യമല്ലേ? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദിവസവും 100 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയാറുണ്ടായിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്. സ്വഹാബത്ത് അത് പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമ്മൾ ഇന്ന് നേരം വെളുത്തേരെ എത്ര അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞു. പടച്ചോനെ ഒന്ന് ഇസ്തിഗ്ഫാർ ചെയ്തു തരണേ. നമസ്കാരത്തിന്റെ ശേഷം 3 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹ് 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 എന്ന് പറയണം. അത് സുന്നത്താണ്. പക്ഷേ പലപ്പോഴും നമസ്കാരത്തിൽ നിന്ന് സലാം വീട്ടി നമ്മൾ വേഗം മൊബൈൽ നോക്കുകയാണ്. എന്തെന്നാണ്, നമസ്കാരം സ്വീകരിച്ചോ എന്നതിന്റെ OTP ആണ് നോക്കുന്നത്. സലാം വീട്ടി ഉടൻ തന്നെ നമ്മൾ നമസ്കാരം ഫോണെടുത്ത് അത് നമ്മൾ ടച്ച് ചെയ്യാണ്. ഇങ്ങനെ എത്രയോ നമ്മൾ കാണുന്നു. നമ്മൾ ആലോചിക്കണം. ധാരാളമായി നമ്മൾ പറയണം. നമ്മൾ ചെയ്തു പോയ തെറ്റ് അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തണം. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം അദ്ദേഹം തന്റെ ജനതയോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ എന്റെ ജനതയോട് പറഞ്ഞു, അല്ലാഹു തആല നമുക്ക് പറഞ്ഞു തരികയാണ്, നിങ്ങൾ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തണം. അതുപോലെ ഹൂദ് നബി അലൈഹിസ്സലാം തന്റെ ജനതയോട് പറഞ്ഞ വാക്ക് ഇസ്തഗ്ഫിറൂ റബ്ബക്കും, നിങ്ങളെ നാഥനോട് നിങ്ങൾ ഇസ്തിഗ്ഫാർ നടത്തണം. സുമ്മ തൂബൂ ഇലൈഹി, പിന്നെ അവനോട് നിങ്ങൾ പശ്ചാത്തപിച്ച് മടങ്ങണം. എന്നിട്ട് ഈ 2 പ്രവാചകന്മാരും ഈ 2 രൂപത്തിൽ ഈ രീതിയിൽ അവരോട് പറഞ്ഞിട്ട് അവരെല്ലാം പറഞ്ഞത് യുർസിലിസ്സമാ അലൈക്കും മിദ്റാറ, നിങ്ങൾ ഇസ്തിഗ്ഫാർ നടത്തിയാൽ ജീവിതത്തിൽ സംഭവിച്ചു പോയ പോരായ്മകൾ പടച്ചവന്റെ മുന്നിൽ കൈനീട്ടി യാചിച്ച് ഇസ്തിഗ്ഫാർ, പാപം പുറത്തു തരണേ എന്ന് ഇസ്തിഗ്ഫാർ നടത്തിയാൽ യുർസിലിസ്സമാ അലൈക്കും മിദ്റാറ, നിങ്ങൾക്ക് സമൃദ്ധമായ മഴ അല്ലാഹു തആല വർഷിപ്പിച്ചു തരും ആകാശത്തു നിന്ന് എന്ന് അല്ലാഹു പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആലോചിച്ച് നോക്ക്. അതിന്റെ ഒരു കുറവായിരിക്കുമോ നമുക്ക് മഴ കിട്ടാത്തതിന്റെ കാരണമെന്ന് നമ്മളൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. നാലാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്തിഖാമത്താണ്. ഇസ്തിഖാമത്ത് എന്ന് പറഞ്ഞാൽ ഇസ്ലാം മതത്തിൽ വിശ്വാസം അടിയുറച്ചു നിൽക്കുക, ഇസ്ലാം മതത്തിലുള്ള കർമ്മത്തിൽ അടിയുറച്ചു നിൽക്കുക, മതത്തിന്റെ വിശ്വാസവും മതത്തിന്റെ കർമ്മങ്ങളിലും അതിൽ നിന്ന് വ്യതിചലിച്ചു പോകാതിരിക്കുക. ഇതാണ് ഇസ്തിഖാമത്ത്. ഇങ്ങനെ ഇസ്തിഖാമത്തിൽ അതിന്റെ സമൂഹമാണെങ്കിൽ ആ സമൂഹത്തിലേക്ക് അല്ലാഹു തആല മഴ വർഷിപ്പിച്ചു കൊടുക്കുമെന്ന് അല്ലാഹു പറയുന്നുണ്ട്. വഅല്ലവിസ്തഖാമു അലാ ദരീഖത്തിൻ ലഅസ്ഖൈനാഹും മാഅൻ ഖദഖാ. ഇസ്തിഖാമത്തിൽ, പരിശുദ്ധ ഇസ്ലാമിന്റെ ആ അതിന്റെ തരീഖിൽ തന്നെ, അതിന്റെ മാർഗത്തിൽ തന്നെ ഒരാൾ അടിയുറച്ചു നിൽക്കുകയാണെങ്കിൽ വിശ്വാസത്തിൽ വ്യതിചലനമില്ല, കർമ്മത്തിലുമില്ല, കർമ്മങ്ങളൊക്കെ കൃത്യമായി നിർവഹിക്കുന്ന ഒരു ജനതയാണ് എങ്കിൽ അവർക്ക് ധാരാളമായി കുടിക്കാനുള്ള വെള്ളം അല്ലാഹു കൊടുക്കും എന്ന് അല്ലാഹു പറയുന്നുണ്ട്. അവിടെ നമ്മളൊന്ന് പരിശോധിക്കണം. നമ്മൾ ആ ഇസ്തിഖാമത്തിന്റെ വിഷയത്തിൽ എന്തെങ്കിലും പോരായ്മ വന്നു പോയിട്ടുണ്ടോ എന്ന് നിങ്ങൾ നോക്ക്. കഴിഞ്ഞ വെള്ളിയാഴ്ച ജുമ കഴിഞ്ഞതിന്റെ ശേഷം
ഈ വെള്ളിയാഴ്ച വരെ 7 സുബഹി നമസ്കാരം നമ്മളിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അത് സൂര്യൻ ഉദിക്കുന്നതിന്റെ മുമ്പ് നമസ്കരിച്ചവരാണോ നമ്മളെല്ലാം? അല്ലെങ്കിൽ ഇസ്തിഖാമത്തിന്റെ വിഷയത്തിൽ നമ്മൾക്ക് പാളിച്ച പറ്റിപ്പോയിട്ടുണ്ട്? അസറിന്റെ സമയമാകുന്നതിന്റെ മുമ്പാണോ ആ ളുഹ്ർ നമസ്കാരങ്ങളെല്ലാം നമ്മൾ നിർവഹിച്ചത് എന്ന് നമ്മോടൊന്ന് ചോദിച്ചു നോക്കൂ. നിങ്ങൾ ഇശാ നമസ്കരിക്കാതെ ഏതെങ്കിലും ദിവസം കിടന്നുറങ്ങിപ്പോയിട്ട് അത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഇസ്തിഖാമത്തിന്റെ കാര്യത്തിൽ നമുക്ക് പാളിച്ച പറ്റിപ്പോയിട്ടുണ്ട്. പിന്നെ എങ്ങനെയാണ് നമുക്ക് മഴ ലഭിക്കുക? നമ്മൾ ഗൗരവമായി ആലോചിക്കേണ്ട വിഷയങ്ങളാണ്. എല്ലാറ്റിനും വളരെ ജോറായിരിക്കും, നല്ല ഉഷാറായിരിക്കും. പക്ഷേ സാമ്പത്തിക വിഷയങ്ങൾ വരുമ്പോഴേ അതിൽ അത്ര കണിശതയൊന്നും ഇല്ലാത്ത സമീപനമാണെങ്കിൽ ഇസ്തിഖാമത്തിന് പോരായ്മ വന്നിട്ടുണ്ട്, പാളിച്ച വന്നു പോയിട്ടുണ്ട് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അങ്ങനെ വന്നു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ പരീക്ഷണം നമുക്ക്, ശിക്ഷ നമുക്ക് വരും. അങ്ങനെയാണോ നമ്മുടെ നാട്ടിൽ മഴ വർഷിക്കാത്തത് എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. നമ്മൾ ഇസ്തിഗ്ഫാർ നടത്തുക. മറ്റൊന്ന് സ്വതഖ, സകാത്ത് കൂട്ടിക്കാതിരിക്കുകയാണ്. ഞാൻ കാര്യം കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചിട്ടുണ്ട്. കൃത്യമായി സകാത്ത് അത് കണക്ക് നോക്കി കൊടുത്തിട്ടില്ലെങ്കിൽ മഴ തടയപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എങ്ങനെയൊക്കെ മഴ കിട്ടുന്നു എന്ന ചോദ്യത്തിന് ഉത്തരവും റസൂല് പറയുന്നുണ്ട്. മൃഗങ്ങളൊന്നും ഇല്ലായിരുന്നുവെങ്കിൽ മഴ തീരെ ലഭിക്കില്ലായിരുന്നു എന്നാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഗൗരവമായി നമ്മൾ മനസ്സിലാക്കുക. നമ്മളുള്ള പോരായ്മകളൊക്കെ തിരുത്തി മഴയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക. മറ്റൊരു കാര്യമാണ് നമസ്കാരം നിർവഹിക്കുക എന്നത്. സലാത്തുൽ ഇസ്തിസ്ഖാ, മഴയെ തേടിയുള്ളൊരു നമസ്കാരമുണ്ട്. അത് നിർവഹിക്കേണ്ടത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും എല്ലാം തന്നെ വന്ന് ഈദ് നമസ്കാരത്തിൽ നമ്മൾ വരുന്നത് പോലെ ഒരു ഗ്രൗണ്ടിൽ ഒരുമിച്ച് കൂടി ഈദ് നമസ്കാരം പോലെ തന്നെ അത് അങ്ങനെ തന്നെയാണ് അതിൻ്റെ രൂപങ്ങളും രീതികളുമെല്ലാം. എന്നിട്ട് അള്ളാഹുവിനോട് വളരെ ആത്മാർത്ഥമായി കൊണ്ട് പ്രാർത്ഥിച്ചാൽ മഴ ലഭിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അനുഭവങ്ങൾ നമുക്ക് അറിയാനുമുണ്ട്. ഇടുക്കി ജില്ലയിലൊക്കെ സമൃദ്ധമായ മഴ ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുക. സാഹചര്യമുണ്ടെങ്കിൽ ഇസ്തിസ്ഖാ നമസ്കാരം നിർവഹിക്കുക. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അലീം ലി വലക്കും വഅസ്തഗ്ഫിറുഹി വഅൻകും. വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽ-ഫായിസീന ബിറളില്ലാഹ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. കഴിവിന്റെ പരമാവധി